നമസ്കാരം. ദശാബ്ദങ്ങളായി ഓരോ ആനപ്രേമിയും ആരാധിച്ചിരുന്ന, ഒരു നോക്ക് കാണുവാൻ കൊതിച്ചിരുന്ന ആനകൾ നിന്നിരുന്ന തറവാട് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വിവാദങ്ങളും വിമർശനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു. പറഞ്ഞു വരുന്നത് മംഗലാംകുന്ന് ആനത്തറവാടിനെ പറ്റിയാണെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. ഒരിക്കൽ ആനപരിപാലനത്തിന് പേരുകേട്ട, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആനകൾ നിന്നിരുന്ന മംഗലാംകുന്നിൽ ഇന്നിതാ വിരലിലെണ്ണാവുന്ന ആനകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഉള്ളവയാണെങ്കിലോ അമിതമായ ജോലിഭാരവും ആരോഗ്യ പ്രശ്നങ്ങളും മൂലം വിവാദങ്ങളും വിമർശനങ്ങളും നേരിടുകയും ചെയ്യുന്നു. ആനത്തറവാട്ടിൽ ഏറ്റവും ഒടുവിലായെത്തിയ ഉമാമഹേശ്വരൻ എന്ന ആനയെപ്പറ്റിയാണ് ഒടുവിൽ വിവാദങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. തുമ്പിക്കൈ തളരുന്ന അസുഖം ബാധിച്ച ഉമയെ ഉത്സവങ്ങളിലും മറ്റു ചടങ്ങുകളിലും പങ്കെടുപ്പിക്കുന്നതിനായി ഉടമകൾ കോടതിയെ സമീപിച്ചെന്നും എന്നാൽ കോടതി ഇതിനെ നിശിതമായി വിമർശിക്കുകയും ചെയ്തെന്ന പത്രവാർത്തയെ അടിസ്ഥാനമാക്കി എലഫന്റ് ക്രൂവൽറ്റി എന്ന ഇൻസ്റ്റാഗ്രാം പേജിലാണ് ഈ വാർത്ത പ്രത്യക്ഷപ്പെട്ടത്. ആനയ്ക്ക് കൃത്യമായ പരിചരണം ഉറപ്പാക്കണമെന്ന് കോടതി കർശനമായി നിർദ്ദേശിക്കുകയും ചെയ്തു. ഞങ്ങൾ ആനപ്രേമികളാണെന്ന് വാദിച്ച അഭിഭാഷകനോട് കടുത്ത ഭാഷയിൽ കോടതി പ്രതികരിച്ചു എന്നും ആനകൾ പണം നൽകുന്ന വെറും ഉപകരണങ്ങളാണോ എന്ന് കോടതി ചോദിച്ചു എന്നുമാണ് ഈ വാർത്തയിൽ പറയുന്നത്. ഇതിനിടയിൽ തുമ്പിക്കൈ ഭാഗികമായി തളർന്ന ആനയെ പുനരധിവസിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് മൃഗസ്നേഹികളുടെ സംഘടനയും രംഗത്ത് വന്നു എന്നും ഇത് പിന്നീട് കോടതി പരിഗണിക്കുമെന്നുമാണ് ഈ വാർത്തയിൽ പറയുന്നത്. ആനകളുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.